സൂപ്പർ സാറാണ്. നമ്മൾ 9ാം ക്ലാസ് വർക്കുള്ള ഒരു അടിപൊളി ക്ലാസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾ മറ്റുള്ള ചാപ്റ്റേഴ്സിനൊക്കെ നല്ലപോലെ പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ജോമെട്രി ഉണ്ടല്ലോ, ജോമെട്രിക്കാലൊക്കെ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കണം. കാരണം പിന്നീട് നമ്മൾ മാത്സ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇതിനുള്ള ഓപ്പറേഷൻസും എല്ലാം പഠിക്കണം. പിന്നെ അങ്ങോട്ട് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും സിമ്പിളായിട്ട് ചെയ്താണ് തരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതി കൂടെ ആയിരിക്കും. പിന്നെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും തരും. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലാസ് ഒക്കെ ആയിട്ട് കണ്ടുതരിക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതാണ്. x-y ഇൻറ്റു u-v, രണ്ട് ബ്രാക്കറ്റ്സിന്റെ ഓപ്പണിംഗ് ആണ്. നമ്മൾ നേരത്തെ ഇതൊക്കെ പ്ലസ് ആയിരുന്നു, ഇപ്പൊ എന്താണ് മൈനസിന്റെ ആണ് പഠിക്കാൻ പോകുന്നത്. നോക്കണം, ഇപ്പൊ എക്സ് ഇൻറ്റു യു എക്സ് യു, എക്സ് ഇൻറ്റു മൈനസ് വി മൈനസ് എക്സ് വി, മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വൈ യു, മൈനസ് വൈ ഇൻറ്റു മൈനസ് രണ്ട് മൈനസ് എന്തായി പ്ലസ് വൈ വി. അതൊക്കെ വിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഓപ്പറേഷൻ ഒന്ന് കണ്ടു പഠിക്കാന്നുള്ളൂ, കാണാതൊന്നും പഠിക്കേണ്ട. ഈ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരാൻ പോകുന്നത് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുക എന്നുള്ളതാണ്. പേജ് നമ്പർ 80 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് കേട്ടോ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ, ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 40. ഏരിയ എത്രയാണ്? 70. പെരിമീറ്ററും ഉണ്ട്, ഏരിയയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ലെങ്ത് എക്സ് ആണെന്ന് വിചാരിക്കുക, ബ്രെഡ്ത്ത് എത്രയാണ്? വൈ. നീളം എക്സ്, വീതി വൈ. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ റെക്ടാംഗിളിനെ നമ്മൾ ഫോം ചെയ്യുന്നു. അതിന്റെ നീളം x-3 ആണ്, വീതി y-3 ആണ്. 3 സെന്റിമീറ്റർ വെച്ച് കുറവാണെന്നർത്ഥം. ഇപ്പോൾ ഉള്ളതിനേക്കാളും 3 കുറവാണ്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഏരിയ പെരിമീറ്റർ, പെരിമീറ്ററിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, 2 × x + y. അറിഞ്ഞിരിക്കണേ, പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 × l + b എന്നാണ്. ഇവിടെ l + b മാറി എക്സും വൈ ആയതുകൊണ്ട് 2 × x + y എന്നാണ് പെരിമീറ്ററിന്റെ ഫോർമുലയാണ്. അത് എത്ര തന്നിട്ടുണ്ട് മോനെ? 40. ഇപ്പൊ 2 × x + y 40 ആയതുകൊണ്ട് x + y = 40/2 എത്ര മോനെ? 20. അപ്പൊ x + y യുടെ വില 20 എന്ന് കിട്ടി. ഇനി എന്താണ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ xy = 70. ഇത് രണ്ടുമാണ് നമുക്ക് അറിയാവുന്നത്. x + y 20 ആണെന്നും xy 70 ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ പുതിയ റെക്ടാംഗിളിന്റെ കണ്ടോ, ഫൈൻഡ് ദ ഏരിയ. ഈ പുതിയ റെക്ടാംഗിൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പഴയ റെക്ടാംഗിളിന്റെ സൈഡുകളിൽ നിന്നും 3 സെന്റിമീറ്റർ വെച്ച് കുറയുന്ന സൈഡുള്ള പുതിയ റെക്ടാംഗിൾ. ഇതിപ്പോ x ആണെങ്കിൽ ഇത് x-3, ഇത് y ആണെങ്കിൽ ഇത് y-3. അങ്ങനത്തെ ഒരു പുതിയ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് ഏരിയ ഓഫ് ന്യൂ റെക്ടാംഗിൾ കേട്ടോ, പുതിയ റെക്ടാംഗിളിന്റെ ഏരിയ. അതെന്തോ? നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതാണ് നമ്മുടെ ലെങ്ത്, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് x-3 ഇൻറ്റു ആരായിട്ട് വരും? y-3. ഇതാണ്. അപ്പൊ ഇതേപോലൊക്കെ ആയില്ലയോ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. x × y എത്രയാണ്? xy. x × -3 -3x. അപ്പം x × y ചെയ്തു, x × -3 ചെയ്തു. അടുത്ത -3 × y -3y, -3 × -3 + 9 കേട്ടോ. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് 4 ടേംസ് ആണ് കിട്ടിയത്. ഇവിടെ xy നമുക്കറിയാം, xyയുടെ വില എത്ര? 70 എന്ന് കൊടുക്കാം അല്ലെ. പിന്നെ -3x -3y, അവിടെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം കണ്ട് ഇവിടെ എക്സിന്റെ കൂടെ -3, ഇവിടെ വൈയുടെ കൂടെ ആരാ? മൈനസ്. നമ്പർ സെയിം അല്ലേ? 3 3. ഇവിടെ ഇപ്പൊ രണ്ടിടത്തും മൈനസാ. ചിലപ്പോൾ ഒരിടത്ത് മൈനസ് ഒരിടത്ത് പ്ലസും വരാം. ഇവിടെ ഇപ്പൊ രണ്ടിടത്തും മൈനസാ. -3x -3y, രണ്ടിടത്തുനിന്നും -3യെ കോമൺ എടുക്കണം. -3x -3y -3 ഇൻറ്റു എന്നിങ്ങോട്ട് എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ +x +y കേട്ടോ. പ്ലസ് എഴുതാറുള്ളൂ, കാരണം ഈ രണ്ട് മൈനസുകളും പുറത്ത് കോമൺ വന്നു. പിന്നെ അകത്തെല്ലാം പ്ലസ് എഴുതാറുള്ളൂ കേട്ടോ. -3 വന്നുകൊണ്ട് ഇവിടുന്ന് എക്സ്, ഇവിടുന്ന് -3 വന്നുകൊണ്ട് വൈ. അപ്പൊ x + y പ്ലസ് ആരുണ്ട്? 9. ഓക്കെ, ഇപ്പൊ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. നോക്കിക്കേ, xy എത്ര മോനെ? 70 -3 × x + y എത്രയാണ്? 20 + 9. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഈ xyക്ക് ഈ കിട്ടുന്ന വാല്യൂ x + yക്ക് 20 കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. അപ്പൊ 70 - 60 + 9 ആണല്ലോ. 70 - 3 × 20 60.
70 പോസിറ്റീവായിട്ട് 79 ഉണ്ട്. 79 മൈനസ് 60. 79 മൈനസ് 60 എന്ന് പറയുമ്പോൾ ആൻസർ ആണ് 19. ഇതാണ് പുതിയ റെക്ടാംഗിളിന്റെ ഏരിയ. പുതിയ റെക്ടാംഗിൾ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ പഴയ റെക്ടാംഗിളിൽ നിന്നും 3 സെന്റിമീറ്റർ വീതം കുറഞ്ഞപ്പോൾ കിട്ടുന്ന പുതിയ റെക്ടാംഗിളിന്റെ ഏരിയ. പഴയതിലും കുറവായിരിക്കും. പഴയത് എത്ര ഉണ്ടായിരുന്നു? 70 ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ട സൈഡ് എല്ലാം കുറഞ്ഞതുകൊണ്ട് ഏരിയ എത്രയായിട്ട് കുറഞ്ഞു? 19 ആയിട്ട് കുറഞ്ഞു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് എഴുതിക്കോ. നമ്മുടെ അടുത്ത ചോദ്യം ഇത്തിരി കൂടുതലുള്ളതാണ്, വലിയ ചോദ്യമാണ്, മാർക്ക് ഒത്തിരി കിട്ടും കേട്ടോ, പഠിച്ചോണം. ഇഫ് സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ, ഇത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ, പേജ് നമ്പർ 80. ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 meter, its area would be 741 square meter. If increased by 1 meter, it would be 861 square meter. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റെക്ടാംഗിൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ നീളം എക്സ്, വീതി വൈ. ഇതിന്റെ രണ്ട് സൈഡുകളിൽ നിന്നും ഒന്ന് വെച്ച് കുറഞ്ഞു. ഇത് x-1 ആവുന്നു, ഇത് y-1 ആവുന്നു. എന്ന് പറഞ്ഞാൽ രണ്ട് നീളങ്ങളിൽ നിന്നും, നീളവും വീതിയിൽ നിന്നും ഓരോന്ന് വെച്ച് കുറയുന്നു. ഇവിടുന്ന് 1 മീറ്റർ കുറഞ്ഞു, ഇവിടെ 1 മീറ്റർ കുറഞ്ഞു കിട്ടുമ്പോൾ ഒരു ചെറിയ റെക്ടാംഗിൾ ആകത്തില്ലയോ? ആ ചെറിയ റെക്ടാംഗിളിന്റെ ഏരിയ പറഞ്ഞേക്കുന്നത് 741. നേരെ തിരിച്ച് ഇത് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇപ്പൊ നോക്കിക്കേ, കുറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ, x-1 y-1, അപ്പൊ ഏരിയ 741. ഇനി കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇത് x+1, ഇതാരാ y+1, അപ്പോൾ 861. ഇതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സൈഡുകൾ രണ്ടും കൂടുമ്പോൾ ഓരോ മീറ്റർ വെച്ച് കൂടുമ്പോൾ ഉള്ള ഏരിയ 861, കുറയുമ്പോൾ ഉള്ളത് 741. അങ്ങനെയാണെങ്കിൽ ആ തുടങ്ങിയ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണ്? ഇതിന്റെ ഏരിയ നമുക്ക് അറിയത്തുമില്ല. തുടങ്ങുന്ന ഒരു റെക്ടാംഗിൾ ഉണ്ടായിരുന്നു, അതിന്റെ സൈഡുകൾ കുറഞ്ഞപ്പോഴുള്ള ഏരിയ ഇതും, അതിന്റെ സൈഡുകൾ കൂടിയപ്പോഴുള്ള ഏരിയ ഇതാ. പക്ഷെ ഇതിന്റെ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അത് രണ്ടും കണ്ടുപിടിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വാട്ട് ഈസ് ഇസ് പെരിമീറ്റർ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഫൈൻഡ് ഇറ്റ്സ് എന്താണ്, സൈഡ്സുകളെയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്തിരി കൂടുതലാണ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം ലെങ്തും എടുത്ത് എക്സ് വൈ ആണ് നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ റെക്ടാംഗിളിന്റെ നീളവും വീതിയും. ഇപ്പൊ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഈ 741 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെതാ, മീൻസ് x-1 ഇൻറ്റു y-1 ആണ് ഈ 741 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വെച്ച് കുറയുമ്പോൾ ഈ സൈഡിൽ നിന്ന് 1 കുറഞ്ഞു, ഈ സൈഡിൽ നിന്ന് 1 കുറഞ്ഞു. അപ്പോൾ പുതിയ നീളവും വീതിയും x-1ഉം y-1ഉം. അതിന്റെ ഏരിയ ആണ് 741 എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി വരുമ്പോൾ x-1 ഇൻറ്റു y-1 ഈക്വൽ 741. അപ്പൊ ഇതേപോലെ ആയില്ലയോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x ഇൻറ്റു y xy, x ഇൻറ്റു -1 -x, -1 ഇൻറ്റു y -y, -1 ഇൻറ്റു -1 +1 ഈക്വൽ എത്രയാണ്? 741. ദാറ്റ് ഈസ് xy -x -y മൈനസ് ഓഫ് x + y എന്ന് എഴുതണം. ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ടെങ്കിൽ മൈനസിനെ കോമൺ എടുത്താൽ ബ്രാക്കറ്റ് x + y +1 അതേപോലെ എഴുതി ഈക്വൽ എത്രയാണ്? 741. ഇവിടുന്ന് xy മൈനസ് ഓഫ് x + y ഈക്വൽ ടു 741 -1. ഈ +1നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യുന്നു കേട്ടോ. ഈ രണ്ട് ടൈംസ് താഴോട്ട് എഴുതി, ഈ 1 അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യുമ്പോൾ xy മൈനസ് ഓഫ് x + y ഈക്വൽ ടു 740. ഇക്വേഷൻ നമ്പർ 1. 741 നിന്നും 1 കുറഞ്ഞ് ഇങ്ങനൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഇനി രണ്ടാമത്തെ എന്താണ്? ഈ 861 എന്നുള്ള എന്തിനു ഉദ്ദേശിക്കുന്നതാ? ഇഫ് ഇൻക്രീസ്ഡ് ബൈ എത്ര? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതേണ്ടത് ഈ രണ്ട് സൈഡും 1 വെച്ച് കൂടുമ്പോഴുള്ള ഏരിയ. അപ്പോൾ രണ്ടാമത്തെ വരുമ്പോൾ x+1 ഇൻറ്റു y+1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 861. ഇതാണ് രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ഏരിയ, രണ്ട് സൈഡും 1 വെച്ച് കൂടിയപ്പോൾ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യണം x ഇൻറ്റു y xy, x ഇൻറ്റു 1 x, 1 ഇൻറ്റു y y, 1 ഇൻറ്റു 1 1, ഇങ്ങനെ x ഇൻറ്റു y x ഇൻറ്റു 1 y 1 ഇൻറ്റു y 1 ഇൻറ്റു 1. ഓക്കെ, സാധാരണ പോലെ നമ്മൾ ഓപ്പൺ ചെയ്തു, ലാസ്റ്റിൽ 1 ഈക്വൽ എത്രയാണ്? 861. ഓക്കെ, അപ്പൊ x ഇൻറ്റു y xy, x ഇൻറ്റു 1 x, 1 ഇൻറ്റു y y, 1 ഇൻറ്റു 1 1 ഈക്വൽ ടു ഈ 1നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ xy ഉണ്ട്, ഇവിടെ x + y, ചുമ്മാ ഒരു ബ്രാക്കറ്റ് കൊടുക്കണമെന്നേ ഉള്ളൂ, ഒരുമിച്ച് കാണാൻ കേട്ടോ. ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, പ്ലസ് ആയതിന് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ബ്രാക്കറ്റ് ആക്കി, ഇവിടെയും ബ്രാക്കറ്റ് ആക്കിയെന്നേ ഉള്ളൂ. ഈക്വൽ ടു 861 -1, that is xy plus x plus y equal to 860. ഇക്വേഷൻ നമ്പർ ആരായി? അങ്ങനെ രണ്ട് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു.
ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ അടുപ്പിച്ച് എഴുതണം കേട്ടോ. രണ്ടുകൂടെ അടുപ്പിച്ച് എഴുതാന്ന് പറഞ്ഞാൽ ഇത് ആദ്യം എഴുതാം കേട്ടോ. ഇതവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ രണ്ടുകൂടെ അടുപ്പിച്ച് എഴുതുമ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 860. ഇത് ഞാൻ എഴുതി. ഇനി ഇവനെ പിടിച്ച് ഇങ്ങോട്ട് എഴുതാൻ പോവാണേ. എക്സ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 740. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുന്നത് എന്തിനാന്ന് കേട്ടോ, ഇത് പ്ലസ് എക്സ് പ്ലസ് വൈ, ഇതാരാ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. പ്ലസ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോക്കോളും. കണ്ട സെയിം ടൈം ആ രണ്ട് എക്സ് പ്ലസ് വൈ, ഇത് പ്ലസിലും ഇത് മൈനസിലും ഒരേ ടൈം ഡിഫറൻസ് സൈൻ വെട്ടിപ്പോകത്തിൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ എത്ര എക്സ് വൈ ആവും? 2xy. 0 പ്ലസ് 0 0, 6 4 10, ശിഷ്ടം 1, 8 9 7 16. ഓക്കെ, 1600. ഇത് 2xy ആ. അവിടുന്ന് xy ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ xy കേട്ടോ, xy ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ 1600/2. ഇത് 2xy ആ. അവിടുന്ന് 1xy ആകുമ്പോൾ ആൻസർ എത്ര കിട്ടും? 800. ഓക്കെ, 800. അപ്പൊ നമുക്ക് xy കിട്ടി. xy എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റെക്ടാങ്കിൾ ഏരിയ ഉണ്ട്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ഇൻറ്റു വൈ xy. അപ്പോൾ ഒന്നാമത്തെ പട്ടായി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, അത് കിട്ടി. ഓക്കെ, xy കിട്ടിയപ്പോൾ ഇനി പെരിമീറ്റർ വേണം. പെരിമീറ്ററിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, 2 × r എന്ന എക്സ് പ്ലസ് വൈ ആണ്. അതിനെ കണ്ടുപിടിക്കാൻ പിന്നെ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്നുകൂടെ എഴുതണം. xy പ്ലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 860. ഇതെടുത്ത് എഴുതി. രണ്ടാമത്തേത് xy മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 740. ഇപ്പൊ നമ്മൾ പ്ലസ് അല്ല ചെയ്യുന്നത്, അതിനെ വരെ മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ എക്സ് വൈ ക്യാൻസൽ ആവും. മറ്റടുത്ത് ഇതായിരുന്നു ക്യാൻസൽ ആയത്, അത് പ്ലസ് ചെയ്തുകൊണ്ട്. മൈനസ് ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് വൈ 0y ആവും. ഇനി എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് ഈ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആവുമ്പോൾ 2 ടൈംസ് ഓഫ് എക്സ് പ്ലസ് വൈ കിട്ടും. ഒന്നുകൂടെ കേട്ടോ, എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് പ്ലസ് പിന്നെ എക്സ് പ്ലസ് വൈ. അപ്പൊ 2 ടൈംസ് ഓഫ് 2 × എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ 0 ന്ന് 0 പോയി, 2 1 120. ഓക്കെ, ഇത് 2 × എക്സ് പ്ലസ് വൈ. അവിടുന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 120/2. ആൻസർ ആരെ കിട്ടി? 60 അല്ലേ? നമുക്ക് വേണ്ടല്ലോ എക്സ് പ്ലസ് വൈ വേണ്ട, അവിടെ എക്സ് പ്ലസ് വൈ കിടന്നോട്ടെ. അങ്ങനെ 2 × എക്സ് പ്ലസ് വൈ 120 എന്ന് കിട്ടുന്ന പറഞ്ഞാൽ ആരെ കിട്ടിയെന്ന പെരിമീറ്റർ. പെരിമീറ്ററിന്റെ ഫോർമുല ആരാ? 2 × എക്സ് പ്ലസ് വൈ. അപ്പൊ 2 × എക്സ് പ്ലസ് വൈ 120. therefore പെരിമീറ്റർ ഈസ് ഈക്വൽ എത്രയാണ്? 120. അവിടുന്ന് തന്നെ എക്സ് പ്ലസ് വൈ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് പാർട്ട് കിട്ടി. ഇനി എന്തുവാ? ഫൈനൈറ്റ് സൈഡ്സും ഉണ്ട്, അത് നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇത്രയൊക്കെ നമുക്ക് ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നുകൂടെ ഇരുന്ന് കാണണം കേട്ടോ. ഇതൊന്നും നമുക്ക് ഇത്രയൊന്നും തലയിൽ ഇരിക്കത്തില്ല ഒറ്റയടിക്ക്. 1-2 തവണ കണ്ട് ബുക്കിലൊക്കെ എഴുതി നോക്കിയെങ്കിൽ ഇവരൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ബാക്കി കൊണ്ട് ചെയ്യാം. നമുക്കിതിന്റെ ബാക്കി ചെയ്യണമെങ്കിൽ ഒരു പണിയും കൂടെ ഉണ്ട്, ഒരു ഫോർമുലേഷൻ കൊണ്ട് പഠിക്കണം. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ഫൈൻഡ് ഇറ്റ് സൈഡ്സ് എന്ന് പറയാൻ എക്സ് എത്രയാണ് വൈ എത്രയാണ് സെപ്പറേറ്റ് ചെയ്യാൻ പിടിക്കണം. എക്സ് എത്ര വൈ എത്ര. ഇതിപ്പോ നമുക്ക് എക്സും വൈ സെപ്പറേറ്റ് ഇട്ടിട്ടില്ല. നമ്മുടെ എക്സ് വൈ ഉണ്ടായിരുന്നു 800, എക്സ് പ്ലസ് വൈ അറിയാം 60. ഇവിടെ നിന്നും എക്സ് എത്ര വൈ എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഒരു പുതിയ ഫോർമുല, ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇവിടുന്ന് എക്സ് പ്ലസ് വൈ നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? എക്സ് പ്ലസ് വൈ 60. അപ്പോൾ 60² മൈനസ് 4 × xy. xy എത്രയാണ്? 800. ഓക്കെ, ദാറ്റ് ഈസ് 3600 മൈനസ് 3 8 × 4 32 2 0. ആൻസർ എത്ര കിട്ടി? 400 കിട്ടി. 3600 നിന്ന് 3200 മൈനസ് 400. ഒന്നുകൂടെ കേട്ടെ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എക്സ് പ്ലസ് വൈയുടെ പ്ലേസിൽ നമ്മൾ ആരെന്ന് കൊടുത്ത് 60. അപ്പം 60² മൈനസ് 4 × xy 800 കേട്ടോ. xyക്ക് 800, 4 × 8 32, ഈ 2 0 കൊടുത്ത്. അപ്പൊ 3600, 60ന്റെ സ്ക്വയർ ആണ് 3600, 3200 400. ഇത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. അവിടുന്ന് എക്സ് മൈനസ് വൈ ഈക്വൽ ടു √400 = 20. അങ്ങനെ നമുക്ക് എക്സ് മൈനസ് വൈ കിട്ടും. നേരത്തെ എക്സ് പ്ലസ് വൈ 60, എക്സ് മൈനസ് വൈ. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുണ്ട്. എക്സ് പ്ലസ് വൈ = 60, എക്സ് മൈനസ് വൈ = 20. ഈ രണ്ട് ഇക്വേഷൻസ് പ്ലസ് ചെയ്യുമ്പോൾ വൈ പൊക്കോളത്തില്ലയോ? പ്ലസ് വൈ മൈനസ് വൈ. അപ്പൊ എത്ര എക്സ് കിട്ടും? 2x = 80. therefore x = എത്ര കിട്ടി? 40. കണ്ടോ, x + x 2x, 60 + 2 20, 80.
2x 80 ആണെങ്കിൽ x 40 അല്ലേ. അവിടുന്ന് ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് എഴുതണം. x പ്ലസ് വൈ സമയം എത്രയായിരുന്നു? 60. അവിടുന്ന് x കിട്ടിയത് എത്രയായിരുന്നു? 40. x പ്ലസ് വൈ സമയം 60. അവിടെ x 40 കൊടുക്കുമ്പോൾ 40 പ്ലസ് y സമം 60. y സമം 60 മൈനസ് 40 സമം 20. ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും അത്ര ചെറിയ സംഭവം അല്ലെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതൊക്കെയാ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എന്തായാലും ചെയ്തല്ലേ പറ്റൂ. അപ്പൊ നിങ്ങളെല്ലാവരും ബുക്ക് എടുത്തു വെച്ച് ഇവനെ അങ്ങോട്ട് നന്നായിട്ട് 1-2 തവണ കണ്ടങ്ങോട്ട് ബുക്കിൽ എഴുതണം. ഓക്കെ, ഗുഡ് ബൈ.